വർഷം 1965. ലോകം ശീതയുദ്ധത്തിന്റെ കരാളമായ പിടിയിലായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് മഹാശക്തികൾ ഒരു അദൃശ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ പിരിമുറുക്കത്തിനിടയിലേക്ക് ഒരു പുതിയ ഭീഷണി ഉയർന്നുവന്നു. ചൈന തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണം നടത്തി. അമേരിക്കയും ഇന്ത്യയും ഞെട്ടിത്തെറിച്ചു. ചൈനയുടെ മിസൈൽ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഹിമാലയത്തേക്കാൾ മികച്ചൊരു സ്ഥലം വേറെയില്ലെന്ന് CIA തീരുമാനിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ ഹാറ്റ് ജനിക്കുന്നത്. ലക്ഷ്യം ലളിതമായിരുന്നു, പക്ഷെ ദൗത്യം അങ്ങേയറ്റം അപകടകരവും. നന്ദാദേവി കൊടുമുടിയിൽ, ഇന്ത്യയുടെ ഏറ്റവും ഉയരമേറിയ പർവ്വതങ്ങളിലൊന്ന്, ഒരു റിമോട്ട് സെൻസിംഗ് ഉപകരണം സ്ഥാപിക്കുക. ഈ ഉപകരണത്തിന് ഊർജം നൽകാൻ ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്തത് ഏകദേശം 70 കിലോ ഭാരമുള്ള ഈയ പാളികൾ കൊണ്ട് പൊതിഞ്ഞ സമ്പുഷ്ട പ്ലൂട്ടോണിയം കൊണ്ട് നിർമ്മിച്ച ഒരു ന്യൂക്ലിയർ പവർ ജനറേറ്ററായിരുന്നു. ഒരു ആണവ ഉപകരണം ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലൊന്നിലേക്ക് കയറ്റിക്കൊണ്ടുപോകണം. ഇതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പർവ്വതാരോഹകരെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ സംഘത്തെ നയിച്ചത് പ്രശസ്തനായ ക്യാപ്റ്റൻ MS കോഹ്ലിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അമേരിക്കൻ പർവ്വതാരോഹകൻ ജിം മക്കാർത്തിയും ഒരു സംഘം അനുഭവജ്ഞാനമുള്ള ഷെർപ്പകളുമുണ്ടായിരുന്നു. 1965 സെപ്റ്റംബർ പകുതിയോടെ ആരോഹണം ആരംഭിച്ചു. ഒക്ടോബർ 10 സംഘം കൊടുമുടിക്ക് വെറും 300 മീറ്റർ അകലെ എത്തി. പക്ഷേ അപ്രതീക്ഷിതമായി പ്രകൃതി അതിന്റെ ഭാവം മാറ്റി. അതിശക്തമായ മഞ്ഞുകാറ്റ് ആഞ്ഞടിച്ചു. താപനില 0 ഡിഗ്രിക്ക് വളരെ താഴേക്കിടിഞ്ഞു. ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടു. ജീവൻ രക്ഷിക്കണോ, ദൗത്യം പൂർത്തിയാക്കണോ? ആ സംഘം ഒരു തീരുമാനമെടുത്തു. ആ ആണവ ഉപകരണം അവിടെ ഉപേക്ഷിക്കാൻ. ഒരു വലിയ പാറക്കെട്ടിൽ നൈലോൺ കയറുകൾ കൊണ്ട് ആ ഉപകരണം ബന്ധിച്ചു. ശീതകാലം കഴിയുമ്പോൾ തിരിച്ചുവന്ന് വീണ്ടെടുക്കാം, ഇതായിരുന്നു പ്ലാൻ. 1966 വസന്തകാലത്ത് പർവ്വതാരോഹകർ ആവേശത്തോടെ തിരിച്ചെത്തി. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ഒരു ഞെട്ടലായിരുന്നു. ആ ഉപകരണം കെട്ടിവെച്ച പാറക്കെട്ട് അവിടെയില്ലായിരുന്നു. ഭീമമായൊരു മഞ്ഞുവീഴ്ച ആ പ്രദേശത്തെ മുഴുവൻ മാറ്റിമറിച്ചിരുന്നു. കയറുകൾ പൊട്ടിപ്പോയിരുന്നു. ആ പ്ലൂട്ടോണിയം ഉപകരണം എന്നേക്കുമായി അപ്രത്യക്ഷമായി. ഹെലികോപ്റ്ററുകളും ഗീഗർ കൗണ്ടറുകളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. ഒരു ഫലവുമുണ്ടായില്ല. ആ ആണവ ഉപകരണം ഹിമാലയത്തിലെ ഋഷിഗംഗ ഗ്ലേസിയറിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയിരുന്നു. ഈ വിവരം പുറം ലോകം അറിഞ്ഞതോടെ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടായി. ഗംഗാനദിയുടെ ഉറവിടത്തിന് സമീപം ഒരു ആണവ ഉപകരണം. ആ ചിന്ത തന്നെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. ഇന്ന് 60 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്ദാദേവിയിലെ ആ പ്ലൂട്ടോണിയം ഒരു നിഴലായി തുടരുന്നു. ഗ്ലേസിയറുകൾ ഉരുകുമ്പോൾ ആ ആണവ വസ്തു നദിയിൽ കലരുമോ? ജോഷിമഠിലെ ഗ്രാമീണർക്കിടയിൽ ആ ഭീതി ഇന്നും അവസാനിച്ചിട്ടില്ല. നന്ദാദേവിയിലെ വന്യജീവി സങ്കേതം പർവ്വതാരോഹകർക്കായി അടച്ചിട്ടതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഈ ആണവ വസ്തുവാണെന്ന് പലരും ഇന്നും വിശ്വസിക്കുന്നു. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ ആ ചാര ഉപകരണം ഇന്നും അതിന്റെ നിശബ്ദമായ യാത്ര തുടരുകയാണ്. ഒരുപക്ഷേ അടുത്ത 100 വർഷത്തേക്കു കൂടി.